ഇപ്പം നമ്മളെ ഭൂമിയിൽ ചവിട്ടി പാതാളത്തൊക്കെ ആക്കിയില്ലേ അല്ലേ? സമാധാനമായല്ലോ ചിലർക്കൊക്കെ. ഓല ആസ്വദിക്കാതെ ഒരു അവിടെ റൂമിലിരുന്ന് ആസ്വദിക്കല്ലേ, ചിരിക്കട്ടെ എന്ന്. എങ്ങനെ ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ? മലയാളമല്ലേ പറഞ്ഞത്? അല്ല, മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ ആളുകൾ പൈസ ആയിട്ട് വരുന്നു. 5000, 500, 2000 ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അനുറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. വട്ടച്ചെലവില്ല കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞത്? ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളട്ടെ, മുതലാളിമാരാരുമില്ല. അല്ല, അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട് എന്നിട്ട് തീരുമാനിക്കും. അല്ല, നമ്മൾ ദേശീയ നേതൃത്വത്തിൽ ഇടപെട്ട് കുറെ പൈസ വാങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും ആക്കിയിട്ട് കാര്യമില്ല. അല്ല, അതൊന്നുമില്ല. ഞാൻ ഈ ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോ നിലമ്പൂരിലെ നമ്മുടെ ഓഫീസിൽ പലരും പൈസ ആയിട്ട് എത്തിക്കുന്നു. അതൊക്കെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലെ 5000 റുപ്യ വഴിക്കടവൊന്ന് പിരിച്ചിട്ട് ഇനിയും ഞങ്ങൾ 10,000-25,000 ഉണ്ടാക്കി തരാമെന്ന് പറയും. എനിക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ടാപ്പിംഗ് തൊഴിലാളികൾ ഒരു വലിയ സംഘം. ആകെ കൃഷി ബാക്കിയുള്ളത് ഈ റബ്ബറാണല്ലോ, നിങ്ങൾക്കറിയാലോ. അത് 100 മരം 200 മരവും. സാധാരണ ആൾക്കാരുടെ വിചാരം ഈ എന്താ പറയുക, റബ്ബർ എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാർ തന്ന എസ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഇവിടെ എസ്റ്റേറ്റ് ഒന്നുമില്ല. ഇവിടെ 1 ഏക്കറിലും 1/2 ഏക്കറിലും ആ തൊഴിലാളി തന്നെ അതിൻ്റെ വളമിട്ട് കൊടുത്ത് അതിന് വെള്ളം കൊടുത്ത് ടാപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ടാപ്പ് ചെയ്ത് പോകാൻ വയ്യ. ടാപ്പ് ചെയ്യാൻ പോകുമ്പം ഈ രാവിലെ അവർ അതിരാവിലെ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളത്. അതുകൊണ്ടാണ് ഇവർ ഈ അതിരാവിലെ 5 മണിക്കോ 6 മണിക്കൊക്കെ ടാപ്പിങ്ങിന് പോകുന്നതിൻ്റെ കാരണം. നേരം വെളുത്താൽ അവർ വേറെ കൂലിപ്പണിക്ക് പോവുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട ജീവിതത്തിൽ ആകെ ബാക്കിയുള്ള ഈ 1/2 ഏക്കറി 1 ഏക്കറി റബ്ബറിൽ പോയിട്ട് ടാപ്പ് ചെയ്യാൻ പോലും അവർക്ക് മാർഗമില്ല. അവിടെ പുലി ആനയും ചവിട്ടി കടിച്ചും കൊല്ലുകയാണ്. ഒരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ലല്ലോ. ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളാരും ഇതിന്റെ കാര്യത്തിൽ മിണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ അവര് ടാപ്പിംഗ് തൊഴിലാളികൾ വിളിക്കാണ്, അനുറാക്കാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തുതരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അപ്പുറത്ത് ഞങ്ങൾ നോക്കാന്ന് പറയുമ്പോൾ ഒന്നും പറ്റില്ല, അറിയാൻ പറ്റുമോ? അപ്പൊ ഞാൻ നോക്കട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ.